വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മിയോസിസ് 1-ന്റെ 5 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റേജ് ആയിരുന്നു പ്രോഫേസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രോഫേസ് 1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലോങ്ങസ്റ്റ് സ്റ്റേജ് ആണ്. ആ ഒരു സ്റ്റേജിൽ സബ് സ്റ്റേജസ് ആയിട്ട് 5 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റിയും ക്രോസിംഗ് ഓവറും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ 5 സ്റ്റേജും എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജസും നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റേജ് ആണ് ലെപ്റ്റോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ക്രോമസോംസ് എങ്ങനെയാണ് കാണുന്നുണ്ടായിരിക്കുക? കണ്ടൻസ്ഡ് ആവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ കണ്ടൻസ്ഡ് ആവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടെ ഈ ഒരു ക്രോമസോംസ് പെയർഡ് ആയിട്ടുള്ള ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയുന്നത് ഒരു ത്രെഡ് പോലെ ആയിരിക്കും കാണുക. ഓക്കെ, അപ്പോൾ ഈ ത്രെഡ് പോലെ ഇരിക്കുന്ന ക്രോമസോം ഹോമോലോഗസ് ക്രോമസോംസിനാണ് ഞാൻ ഈ ത്രെഡ് പോലെ അടുപ്പിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്ന്. അപ്പോൾ നമ്മൾ വേറൊരു കളർ എടുത്തിട്ട് രണ്ടാമത്തെ ക്രോമസോംസിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇത് കുറച്ചും കൂടി തിന്നായിട്ടാണ് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ വരക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ലെപ്റ്റോട്ടീൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. പ്രോഫേസ് 1-ലുള്ള ആദ്യത്തെ സ്റ്റേജ് ആണ്. അവിടെ ക്രോമസോംസ് ഒരു ത്രെഡ് പോലെ ആയിരിക്കും കാണുക. ഓക്കെ, ഇപ്പോൾ ഒരു ന്യൂക്ലിയർ മെമ്പർ അവരുടെ ടീലോമിയർ എന്ന് പറയുമ്പോൾ അവരുടെ എൻഡ് പോർഷനാണ്. അത് ന്യൂക്ലിയർ മെമ്പറൈനിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ മെയിനായിട്ട് പറയേണ്ട 2 കാര്യങ്ങൾ, ക്രോമസോംസ് കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അവിടെ ത്രെഡ് പോലെ ആയിരിക്കും ക്രോമസോംസ് കാണുക. ഇത് 2 എണ്ണം മാത്രമായിട്ട് വരച്ചതാണ്. അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താ ഇങ്ങനെ പിണഞ്ഞിട്ടായിരിക്കും, ഇങ്ങനെയായിരിക്കും കാണാം. നമ്മൾ മൈക്രോസ്കോപ്പിൽ ഉള്ള വ്യൂ ആണ് കാണുന്നതെങ്കിൽ 2 കളർ വെച്ചിട്ട് മെൻഷൻ ചെയ്താൽ ഇതേപോലെ ഒരു ത്രെഡ് പോലെ ആയിരിക്കും കാണാം. ആക്ച്വലി ഈ 2 ഹോമോലോഗസ് ക്രോമസോംസ് കൂടി ചേർത്തിട്ട് അതാണ് ഈ ഒരു രൂപത്തിലേക്ക് കാണുന്നത് കേട്ടോ. ഈ 2 ക്രോമസോമാണ് ശരിക്കും ഉണ്ടായിരിക്കുക. അത് ഇതേപോലെ ത്രെഡ്, നമ്മൾ വിചാരിക്കും മുറ്റൊന്ന് മാത്രമേ ഉള്ളൂ, അവർ അവിടെ 2 എണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ലെപ്റ്റോട്ടീൻ സ്റ്റേജ്, പ്രോഫേസിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ക്രോമസോംസ് കണ്ടൻസ് ചെയ്യും. തിൻ ത്രെഡ് ആയിട്ടായിരിക്കും ക്രോമസോംസ് വിസിബിൾ ആയിരിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് സൈഗോട്ടീൻ എന്ന് പറയുന്നത്. ഈ ഒരു സൈഗോട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് സിനാപ്സിസ് എന്ന സംഭവം, ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ എന്താണ് സിനാപ്സിസ് എന്ന് വെച്ചാൽ, സിനാപ്സിസ് ഉണ്ടാക്കുവാണ്, സിനാപ്സിസ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഇവിടെ ഒരു ഹോമോലോഗസ് ക്രോമസോംസിലെ ഞാനിപ്പം ബ്ലൂ കളറിലും റെഡ് കളറിലും 2 ക്രോമസോംസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഹോമോലോഗസ് ക്രോമസോം, ഇപ്പോൾ ഇതാണ് റെഡ് കളർ ക്രോമസോം എങ്കിൽ അത് നമുക്കിങ്ങനെ വരക്കാം. ഇതാണ് റെഡ് ക്രോമസോംസ്. അതേപോലെ എന്തുണ്ട്, ബ്ലൂ കളർ ക്രോമസോമും ഉണ്ട്. അപ്പോൾ അവർ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് വരും, കുറച്ചും കൂടി അടുത്തേക്ക് വരും. ഓക്കെ, കുറച്ചും കൂടി അടുത്തേക്ക് വരും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഹോമോലോഗസ് ക്രോമസോംസ് ക്ലോസ്ലി പെയർ ആകാൻ വേണ്ടി തുടങ്ങും. ഇവ രണ്ടും ക്ലോസ് പെയർ ആകാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ എങ്ങനെ ഇവിടെ പെയർ ആകുമ്പോൾ ഇവ തമ്മിൽ ഒരു ബ്രിഡ്ജ്, ഒരു കണക്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വരച്ചത്. ഈ കണക്ഷൻ ഇങ്ങനെ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങും. അതായത് ഇത് ഒരു ഹോമോലോഗസ് ക്രോമസോംസ് ആണ്, ഇത് രണ്ടാമത്തെ ഹോമോലോഗസ് ക്രോമസോം. ഈ ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ പെയർ അപ്പ് ചെയ്യും, ക്ലോസ്ലി അവർ അറ്റാച്ച് ചെയ്ത് വരുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനാപ്സിസ് ഫോം ചെയ്യുമ്പം ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ, ഒരു കണക്റ്റിംഗ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് ഈ ഒരു സിനാപ്സിസ് നടക്കുന്നത്? ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാവാലന്റ്, ഇവിടെ ഇപ്പം 2 എണ്ണമായിരുന്നു, ഇത് കൂടി ചേർന്നപ്പോൾ അവിടെ എത്ര എണ്ണമായി? 4 എണ്ണമായി അല്ലേ? അപ്പം അങ്ങനെ ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാവാലന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഗോട്ടിൻ. അടുത്ത സ്റ്റേജിലേക്കുള്ള ഒരു തുടക്കമാണ് ഈ ഒരു ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോസസ്സ് അടുത്ത സ്റ്റേജിൽ നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഹോമോലോഗസ് ക്രോമസോംസ് ആദ്യം കൂടിച്ചേരണം, ക്ലോസ്ലി വന്ന് പെയർ ചെയ്യണം. അതാണ് നമ്മുടെ സൈഗോട്ടിൻ സ്റ്റേജിൽ നടക്കുന്നത്. ഓക്കെ, ഇനി പാക്കറ്റീൻ, അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. അതായത് ഈ അടുത്തടുത്ത് വന്ന ആ ഒരു നമ്മൾ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഉണ്ടാകുന്നുണ്ടല്ലോ, ആ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് മൊത്തത്തിൽ എല്ലാ ക്രോമസോമും ഫുള്ളായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യും. അതായത് 2 ക്രോമസോംസ് നമ്മൾ ഇവിടെ വരക്കും, ഇവിടെയാണ്. എന്നിട്ടാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ക്രോമസോം എന്ന് പറയുന്നത്, ഒരു ഹോമോലോഗസ് പെയർ. ഇനി ഇത് രണ്ടാമത്തതിനെ അടുപ്പിച്ചിട്ട് തന്നെ വരക്കാം, തൊട്ട് തന്നെ വരക്കാം. ഓക്കെ, അതായത് ഇതിൻ്റെ ഇവിടെ എല്ലാ സൈഡിലും ഫുള്ളായിട്ട് നമ്മുടെ സിനാപ്റ്റോണിന് കോംപ്ലക്സ് വന്നിട്ട് ഇത് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ തുന്നി ചേർത്തിട്ടുണ്ടാവും.
എല്ലാ ഭാഗവും മൊത്തത്തിൽ അവർ എന്ത് ചെയ്തു, ക്ലോസ്ലി ഫ്യൂസ്ഡ് ആയി. ഇവിടെയുണ്ട് എല്ലാ സ്ഥലത്തും ഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് സിനാപ്സിസ് എന്ന് പറയുന്ന പ്രോസസ്സ് പാക്കറ്റീൻ സ്റ്റേജിലാകുമ്പോൾ കംപ്ലീറ്റ് ആകും. കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് അവ തമ്മിൽ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ക്രോസിംഗ് ഓവർ എന്ന് പറയുമ്പോൾ അതായത് ഇവിടെയാണ് നമ്മൾ ഡൈവേർജൻസ്, ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന പ്രോസസ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ ഒരു സ്ട്രക്ചർ കുറച്ചും കൂടി പാക്കറ്റീൻ സ്റ്റേജ് എൻഡ് ആയി കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് മാറുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഒന്നാമത്തെ ക്രോമസോം, നമ്മൾ റെഡ് കളറിലാണ് മെൻഷൻ ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ ക്രോമസോം. ഓക്കെ, അപ്പം രണ്ടാമത്തെ ക്രോമസോം ബ്ലൂ കളറിൽ. അവിടെ ക്രോസിംഗ് ഓവർ കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ താഴെയാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ക്രോസിംഗ് ഓവർ നടന്നു, അതായത് ഈ ഒരു ബ്ലൂ കളർ ക്രോമസോമും ഈ ഒരു റെഡ് കളർ ക്രോമസോമും ഇവയുടെ ഈ ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒന്നാമത്തെ ക്രോമസോം ഇത് രണ്ടാമത്തെ ക്രോമസോം ആണല്ലോ. ഈ ഒന്നാമത്തെ ക്രോമസോമിന്റെ ഈ ഒരു ക്രോമസോമും രണ്ടാമത്തതിന്റെ ഈ ഒരു ക്രോമസോമും തമ്മിൽ ഒരു ബന്ധമില്ല, അവ ഹോമോലോഗസ് അല്ല. അപ്പൊ ഇവിടെ ഏത് രണ്ടെണ്ണം തമ്മിലാണോ ക്രോസിംഗ് ഓവർ നടക്കുന്നത്, അതായത് ഈ രണ്ടെണ്ണം അവ തമ്മിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്, അവ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അതുകൊണ്ടാണ് അവയെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത്. ഹോമോലോഗസ് ക്രോമസോമിന്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ പെയറിങ് നടക്കും. ഓക്കെ, ക്രോസിംഗ് ഓവർ നടക്കും. ക്രോസിംഗ് ഓവർ നടന്നാൽ ശേഷം എങ്ങനെ ഉണ്ടാകുക? ലാസ്റ്റ് വരുന്ന ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്രോസിംഗ് ഓവർ നടന്നു. അപ്പൊ അവിടെ ആ ക്രോസിംഗ് ഓവർ നടന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക? ബ്ലൂ കളർ കൊണ്ട് ചെയ്യാം. ഇവിടെയാണ് ക്രോസിംഗ് ഓവർ നടന്നത്. ഓക്കെ, ഇവിടെ ക്രോസിംഗ് ഓവർ നടന്നു. സോ രണ്ടാമത്തെ ക്രോമസോം എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? രണ്ടെണ്ണം വരക്കണം കേട്ടോ, കുറച്ച് വൃത്തിയില്ല. രണ്ടാമത്തെ ക്രോമസോം എന്ന് പറയുമ്പോൾ അവിടെയും ക്രോസിംഗ് ഓവർ നടന്ന ഭാഗം നമ്മൾ റെഡ് കളറിൽ കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ അതായത് ഇവിടെയുള്ള ഈ ഒരു പോർഷൻ ഇപ്പോഴത്തെ ക്രോമസോമിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തു. ഈ ഒരു പോർഷനോ ഇങ്ങോട്ടുള്ള ഈ ഒരു നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സിലേക്ക് എക്സ്ചേഞ്ച് ചെയ്തു. ഈ ഒരു പിക്ചറാണ് ഇവിടെ വരയ്ക്കേണ്ടത്. അതായത് ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബ്ലൂ കൊണ്ട് ക്രോസിംഗ് ഓവർ ചെയ്തത് കാണിക്കുക, ഇവിടെയോ റെഡ് കൊണ്ട് ക്രോസിംഗ് ഓവർ ചെയ്തത് കാണിക്കുക. അതാണ് പാക്കറ്റീൻ സ്റ്റേജിൽ ക്രോസിംഗ് ഓവർ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിംഗ് ഓവർ നടന്നത്. ആ ഒരു പ്രോസസ്സ് പഠിക്കണം കേട്ടോ. ക്രോസിംഗ് ഓവർ നടന്നതിന് ശേഷം ഈ ഒരു പാക്കറ്റീൻ സ്റ്റേജിൽ ഉണ്ടാകുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സ്റ്റേജാണ് ഡിപ്ലോട്ടീൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ക്രോസിംഗ് ഓവർ നടന്നു, അപ്പോൾ അവയെ തമ്മിൽ ഇപ്പോഴും അറ്റാച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതായത് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് അവിടെ ഉണ്ട്. ആ ഒരു സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതായത് അവർ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു ക്രോസിംഗ് ഓവർ നടന്ന ഭാഗം മാത്രം അറ്റാച്ച്ഡ് ആയിരിക്കും, ബാക്കി എല്ലാ പോർഷനും എന്തുണ്ടാകും? സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്താകും? ഇല്ലാണ്ടാകും. ഇനി ആ ഒരു ക്രോസിംഗ് ഓവർ നടന്ന പോർഷൻ ഇല്ല, ആ ക്രോസിംഗ് ഓവർ നടന്ന പോർഷന് നമ്മൾ പറയുന്ന പേരാണ് കയാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, പുതിയൊരു ടേം ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ടേം പുതുതായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്രോസിംഗ് ഓവർ നടന്നു, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഇനി കാണിക്കണ്ട, അവ കുറച്ച് സെപ്പറേറ്റഡ് ആയി. ഓക്കെ, ക്രോസിംഗ് ഓവർ നടന്ന ഭാഗം നമ്മൾ കാണിക്കണം. ഇവിടെ റെഡ് കളറിൽ കൊടുക്കാം, ഇപ്പത്ത് ബ്ലൂ കളറിലും കൊടുത്തു. ഇനി ക്രോസിംഗ് ഓവർ ഇപ്പോൾ ഇവ രണ്ടും എന്താണ്? കണക്റ്റഡ് ആയിട്ടാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇത് ഞാൻ കുറച്ച് സെപ്പറേറ്റഡ് ആയിട്ടാണ് കാണിച്ചു പോയത്. ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു ക്രോസിംഗ് ഓവർ നടന്ന ആ ഒരു പോർഷനാണ് നമ്മൾ കയാസ്മ എന്ന് പറയുന്നത്. കയാസ്മ ഫോർമേഷൻ നടക്കുന്നത് ഡിപ്ലോട്ടി എന്ന് പറയുന്ന സ്റ്റേജിലാണ്. ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക, മുഴുവനായിട്ട് സെപ്പറേറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ഇവിടെയൊക്കെ വരുന്ന ആ ഒരു ബ്രിഡ്ജ് ഫോർമേഷൻ ഉണ്ടല്ലോ, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താകും? ഡിസോൾവ് ആകും. അതാണ് ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ നടക്കുന്നത്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞുള്ള ലാസ്റ്റ് സ്റ്റേജാണ് ഡയാകൈനസിസ് എന്ന് പറയുന്നത്. ഇവിടെ ക്രോമസോംസ് എന്ത് ചെയ്യും? കണ്ടൻസ്ഡ് ആയിരിക്കും. ന്യൂക്ലിയർ മെംബ്രെയിൻസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ഇവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ,
അത് ഉണ്ടായിരിക്കില്ല, അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അത് ഇല്ലെന്ന് വിചാരിക്കാം. ഇനി കയാസ്മ ഫോർമേഷൻ, അത് ഒരു ടിപ്പിലാണ് നടന്നതെങ്കിൽ കയാസ്മ ഫോർമേഷൻ എൻഡിലേക്ക് വന്ന് ലാസ്റ്റ് എന്ത് ചെയ്യും, ന്യൂക്ലിയർ മെംബ്രെയിൻ ഫുള്ളായിട്ട് ബ്രേക്ക് ആവും. മെറ്റാഫേസ് വണ്ണിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതായത് ക്രോമസോംസ് ഏകദേശം മെറ്റാഫേസിലേക്ക് വേണ്ടിയിട്ട് ഏകദേശം കയാസ്മ വന്നു, ഫുള്ളി താഴോട്ട് വന്നു. അപ്പോൾ അവിടെ എന്തുണ്ട്, ഇപ്പൊ അറ്റാച്ച്ഡ് അല്ല കേട്ടോ. അപ്പൊ നമ്മൾ ഡിപ്ലോട്ടീനിൽ വരക്കുമ്പോൾ കുറച്ച് അറ്റാച്ച്മെന്റ് അവിടെ കാണിക്കണം. ഇവിടെ അറ്റാച്ച്മെന്റ് ഇപ്പൊ കാണിക്കേണ്ട. ഇവ രണ്ട് ക്രോമസോംസും തമ്മിൽ ഫുള്ളി സെപ്പറേറ്റഡ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ ഈ ഒരു പോർഷൻ കാണിക്കാൻ മറക്കരുത്. ഇതേപോലെ എത്ര ക്രോമസോംസ് ആണോ ഉള്ളത് അത് കാണിക്കുക. ഇനി അത് മെറ്റാഫേസ്, അതായത് ഇവ മെറ്റാഫേസിക് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളായിരിക്കും ഈ ഒരു ഡയാൽകൈനസിസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് നടക്കുന്നത്. പ്രിപ്പയറിംഗ് സെൽ ഫോർ മെറ്റാഫേസ് 1, അതായത് സെൻട്രിയോൾസ് ഒക്കെ ഇവിടുന്ന് പോൾസിലേക്ക്, ഈ ഒരു പോർഷനിലേക്ക് സെൻട്രിയോൾസ് ഒക്കെ വന്ന് തുടങ്ങും. അവിടുന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് വരുന്നു, ഇതിന്റെ കൈനറ്റോകോറിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് എന്തുണ്ടാവും, ഒരു മെറ്റാഫേസ് പ്ലേറ്റിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡയാകൈനസിസ് എന്ന് പറയുമ്പോൾ ക്രോമസോംസ് കണ്ടൻസ് ചെയ്യും, പിന്നെയും കയാസ്മ ഫോർമേഷൻ എൻഡിലേക്ക് വരും, എന്നിട്ട് ഇല്ലാതാക്കും. ന്യൂക്ലിയർ മെംബ്രെയിൻസ്, ഈ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ മെറ്റാഫേസ് 1ലേക്ക് കടക്കും. ഇതാണ് പ്രോഫേസ് 1ലുള്ള 5 സ്റ്റേജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഈ ഒരു ക്രോമസോമിൽ ക്രോസിംഗ് ഓവർ നടന്നിട്ടുണ്ട്, അവിടെ ജനറ്റിക് എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓഫ്സ്പ്രിങ്സിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പാരന്റിൽ നിന്നും എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് സിമിലർ ആയിരിക്കില്ല, ചിലത് നമ്മൾ വ്യത്യാസമായിരിക്കും, ചിലത് സിമിലാരിറ്റി ഉണ്ടാവും. അതിന് കാരണം ഈ ഒരു പ്രോസസ്സാണ് മിയോസിസിലെ പ്രോഫേസ് 1 എന്ന് പറയുന്നത്. സോ അത്രയേ ഉള്ളൂ.